ബി മാജിക്കിന്റെ 2232 സൂം സെഷനിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്, SIP ആൻഡ് ഇൻഷുറൻസ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് സോളിഡ് ക്യാപിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് പാർട്ണറും ഏഞ്ചൽ വൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സബ് ബ്രോക്കറും ആയിട്ടുള്ള ടിൻഡു കുര്യാക്കോസ് മാം ആണ്. വെൽക്കം മാം. Thank you, ma'am. Hello. ഓഡിബിൾ ആണ് മാം. Okay. Thank you. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെപ്പറ്റി തന്നെ ഒന്ന് പറയാം. എൻ്റെ പേര് ടിൻഡു എന്നാണ്. നമ്മുടെ കമ്പനിയുടെ പേര് സോളിഡ് ക്യാപിറ്റൽസ്. കോട്ടയത്തും അങ്കമാലിയിലുമാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. നമ്മൾ ഷെയർ ട്രേഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഏഞ്ചൽ വണ്ണിൻ്റെ സബ് ബ്രോക്കറാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോ ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നുണ്ട്, അൽഗോ ട്രേഡിങ്, SIP പ്ലാനിങ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവേ. സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, ma'am. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? ഇല്ല. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ലാപ്പിലാണല്ലേ? ലാപ്പിലായിരുന്നേ. കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ വന്നു. ഇപ്പൊ സ്ക്രീൻ വന്നോ? ഓക്കെ. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിട്ടി, SIP, പോസ്റ്റ് ഓഫീസ്, LIC, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുന്നു തോന്നുന്നു.
എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടോ? മ്യൂച്വൽ ഫണ്ടിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, മ്യൂച്വൽ ഫണ്ട് എന്നാന്ന് മ്യൂച്വൽ ഫണ്ട് എന്നാന്ന് ഞാനൊന്ന് പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള പല ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പല ഫണ്ടുകൾ 100 രൂപ, 500 രൂപ, 1000 രൂപ, 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, ഇങ്ങനെ പല ഫണ്ടുകൾ കളക്ട് ചെയ്ത് ഒരു ഫണ്ട് മാനേജർ അവരുടെ സ്റ്റോക്ക്, ഡിബെഞ്ചേഴ്സ്, ETF ഇങ്ങനെയുള്ള പദ്ധതികൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ലാഭം നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല ഫണ്ട് ഹൗസുകളുണ്ട്. നിങ്ങൾക്ക് അറിയാം, SBI, HDFC, ICIC, അങ്ങനെ പല ഫണ്ട് ഹൗസുകളുണ്ട്. ഈ ഫണ്ട് ഹൗസുകളിലോട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മളെ പോലെയുള്ള പല ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോഫിറ്റ് നമ്മൾ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കുന്ന മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം FD ആയിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം FD ആയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. FD ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ LICയിൽ, പോസ്റ്റ് ഓഫീസിൽ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആനുവലി ഒരു 7 to 8% ആണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആനുവലി 13 to 20% ആനുവൽ നമുക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ആനുവലി നമുക്ക് കൂടുതൽ ഗ്രോത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് വൈ ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ബെസ്റ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബീറ്റ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 2016 ഒരു പാക്കറ്റ് ബ്രെഡിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. 2026 ആയപ്പോഴത്തേനും ഒരു പാക്കറ്റ് ബ്രെഡിന് 50-60 രൂപയായിട്ടുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ അവയർനെസ് ആയി വരുന്നുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യയിലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ US പോലുള്ള കൺട്രികളിൽ കൂടുതൽ ആൾക്കാർ, ഒരു 90% ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിലാണ്. ബിക്കോസ് ആനുവലി ഒരു 20% ആനുവൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. നമ്മളിടുന്ന പണം തന്നെ വളർന്ന് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് സെബിയുടെ അണ്ടറിലാണ് വരുന്നത്. സെബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ RBI പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതായത് എല്ലാ ബാങ്കിന്റെയും കൂടെ ഹെഡ് ബാങ്കാണ് RBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റീസിന്റെയും കൂടെ ഹെഡ് ആയിട്ട് വരുന്നതാണ് സെബി. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് സെബി. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ് സെബി എന്ന് പറയുന്നത്. അപ്പം RBI പോലെ തന്നെ എല്ലാ സെക്യൂരിറ്റീസിന്റെയും കൂടെ ഹെഡ് ആയിട്ട് വരുന്നതാണ് സെബി. ഈ സെബിയുടെ അണ്ടറിലാണ് മ്യൂച്വൽ ഫണ്ട് വരുന്നത്. ഈ സെബിയാണ് ഫണ്ട് മാനേജറെ ഫിക്സ് ചെയ്യുന്നത്. ഈ ഫണ്ട് മാനേജറാണ് നമ്മുടെ ഫണ്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപിച്ച് നമുക്ക് തിരിച്ച് ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഫണ്ട് പോകുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റ് ആണോ, അല്ലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോ, അങ്ങനത്തെയുള്ള ഒരു ചിന്തയും വേണ്ട. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സെബിയുടെ അണ്ടറിൽ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ബീറ്റ് ഇൻഫ്ലേഷൻ. അതായത് വിലക്കയറ്റത്തെ മറികടന്നുകൊണ്ട് നമുക്ക് ആനുവലി ഒരു 20%, 25% ഗ്രോത്ത് കിട്ടും. പിന്നെ അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾസ്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇപ്പൊ 50 വയസ്സുള്ള ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ 60ാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്യണം. അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ട്. അല്ല 30 വയസ്സുള്ള എനിക്ക് 40 വയസ്സാകുമ്പോഴത്തേനും ഒരു വീട് വെക്കണം, ഒരു വണ്ടി വേണം. ഇതൊക്കെ എനിക്കുള്ള ഒരു ഗോളാണ്. ആ ഗോളിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അതിനെപ്പറ്റി മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ പറയാം. എത്രയാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്നൊക്കെ മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ പറയാം. വെൻ ഇൻവെസ്റ്റ്മെന്റ്, എന്ന് തൊട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഒരു ചെടി വെക്കേണ്ട, ഒരു ട്രീ വെക്കേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 20 വർഷം മുമ്പാണ്. 20 വർഷം മുമ്പ് നമ്മൾ ഇപ്പൊ ഒരു റബ്ബർ വെച്ചു, ഒരു 10 വർഷം അല്ലെ 12 വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത്, റബ്ബർ വെട്ടാൻ തുടങ്ങുന്നത്. അല്ല ഒരു ജാക്ക് ഫ്രൂട്ട്, ഏത് മരം വെച്ചാലും ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങുന്നത്.
അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. ഇത് ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് കിട്ടുന്ന, ലോങ് ടേമിലോട്ട് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അത് ചെയ്യാത്തവര് അറ്റ്ലീസ്റ്റ് ഇന്നേലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇത്. ഏതൊക്കെ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. 2 രീതിയിലാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലംസ ഇൻവെസ്റ്റ്മെന്റ്. ലംസ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ഒരു 50,000 രൂപയുണ്ട്, അല്ല 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ട് FD ഇടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടിനകത്ത് ലംസം. അതായത് ബാങ്കിൽ FD ഇടുന്നതിന്റെ വേറൊരു പേരാണ്, മ്യൂച്വൽ ഫണ്ടിനകത്ത് നമ്മൾ FD ആയിട്ട് ഇടുന്നതിന്റെ പേരാണ് ലംസ ഇൻവെസ്റ്റ്മെന്റ്. അതായത് 1 ടൈം ആയിട്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, അല്ല 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ FD ഇടുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ലംസ ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ആ FDയുടെയും ഇതിന്റെയും കൂടെ ഡിഫറൻസും കൂടെ ഞാൻ ഒന്ന് പറയാം. ഇത് ഈ ടേബിൾ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ ടേബിൾ എന്ന് പറയുന്നത് ബാങ്കിൽ FD ഇടുമ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇടുമ്പോഴും ഉള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ടേബിളിന്റെ അകത്ത് പറയുന്നത്. ഈ ടേബിൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് പീരീഡ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേനാണ് നമ്മളിത് ലംസമായിട്ട് ഇടുന്നത്, അല്ല FD ആയിട്ട് ഇടുന്നത് എന്നുള്ളതിന്റെ പീരീഡ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാങ്കിൽ FD ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന 7% ആണ് ബാങ്കിൽ FD ഇടുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. മ്യൂച്വൽ ഫണ്ട് FD ഇടുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ആനുവലി ഒരു 15 to 20% കിട്ടുന്നുണ്ട്. ഞാൻ ആവറേജ് ഇപ്പൊ 15% ആണ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ വർഷത്തെയും വ്യത്യാസം ആ ടേബിളിൽ കാണിക്കുന്നുണ്ട്. ബാങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപ FD ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫണ്ട് 1,07,000 രൂപയാണ് ആവുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് അത്രയാണ് വരുന്നത്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിനകത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ഈ 1 ലക്ഷം എന്നുള്ളത് 1,15,000 രൂപയാവും. അതുപോലെ തന്നെ 5 വർഷത്തെയും 10 വർഷത്തെയും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 15 വർഷം കഴിയുമ്പോഴത്തേന് 1 ലക്ഷം രൂപ ഞാൻ ഇട്ടു, എന്റെ 40ാമത്തെ വയസ്സിൽ ഞാൻ 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, അല്ല ബാങ്കിൽ FD ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. 15 വർഷം കഴിയുമ്പോൾ എനിക്ക് 55 വയസ്സാകുമ്പോഴത്തേന് എന്റെ FD എന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 2,70,75,000 രൂപയാണ് എന്റെ FD എന്ന് കിട്ടുന്ന റിട്ടേൺ. അതായത് ഞാൻ ഇട്ടതിൽ നിന്നും 2.25% ഇത് വളർന്നേക്കുന്നത്. 2,70,75,000 രൂപയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഇട്ട ഫണ്ട് 8 മടങ്ങ് വളർന്നു. അതായത് 8 ലക്ഷം രൂപ എനിക്ക് ആ സമയത്തിന് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അതുപോലെ തന്നെ 20 വർഷം കഴിയുമ്പോഴും 30 വർഷം കഴിയുമ്പോഴും എന്തിനാ ഡിഫറൻസ് ഉണ്ടെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 30 വർഷം കഴിയുമ്പോഴും എന്റെ FD ഇട്ട ഫണ്ട് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയേ ആവുന്നുള്ളൂ. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഇട്ട ഫണ്ട് എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയോളം ആവുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവരും ഇട്ട് വരുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും മ്യൂച്വൽ ഫണ്ടിലൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ 2016 എന്റെ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2016 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പേടിയാ, ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയാ ഫണ്ട് പോവോ, അങ്ങനെ പലതരത്തിലുള്ള പേടിയാ. അപ്പം മലയാളികളെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചിട്ടിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അതാണെങ്കിൽ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിട്ടിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മുടെ ഫണ്ട് വളരുന്നില്ല, കുടുക്കയിലിടുന്ന പോലെ തന്നെ. പിള്ളേരെ കൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പിങ്കി ബാങ്കിനകത്ത് കുടുക്കയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അവിടെ കിടക്കും. 5 വർഷം കഴിഞ്ഞ് എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ ഇട്ട പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പണം വളർന്നിട്ടില്ല. ആ കുട്ടികളുടെ പേരിൽ ഒരു 100 രൂപ SIP ആയിട്ടാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് നമ്മുടെ പണം നല്ല രീതിയിൽ വളരും. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇപ്പം എല്ലാവരും ഇതിലോട്ട് അവയർനെസ് ആയി വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പേര് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാം, കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് മാർക്കറ്റ് നല്ല രീതിയിൽ വളർന്നു. കോവിഡ് വന്നപ്പം SBI, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫണ്ടാണ് SBI എന്ന് പറയുന്നത്. SBIയുടെ വില എന്ന് പറയുന്നത് 2017-18 സമയത്ത് SBIയുടെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. ഒരു ഷെയറിന് 150 രൂപയേ ഉള്ളൂ. ഇപ്പൊ 2026 ആയപ്പം ഒരു ഷെയർ SBIയുടെ വില എന്ന് പറയുന്നത് 1250 രൂപയാണ്. എന്തേരം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക. അന്നൊരു 500 ഷെയർ കയ്യിലുള്ള ഒരാൾക്ക് ഇപ്പോഴത്തെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത് 1250. 500 ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് ഗ്രോത്ത് കിട്ടി.
അപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോൾ അത്രയും ഗ്രോത്ത് കിട്ടിയ ആൾക്കാർ പറഞ്ഞറിഞ്ഞാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും തന്നെ മ്യൂച്വൽ ഫണ്ടിലോട്ട് തിരിഞ്ഞു വന്നേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇനി അത് പറ്റാതെ നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും, ഒത്തിരി അവയർനെസ് നടക്കുന്നുണ്ട്, റീൽസ് ഉണ്ട്, ബാങ്കുകളെല്ലാം പറയുന്നുണ്ട്, മനോരമക്കാർ ഇതിന്റെ സെമിനാർ നടത്തുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണെന്നുള്ള SIP എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന, ഏത് പൈസ ഇല്ലാത്ത ആൾക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. മന്ത്ലി നമ്മൾ 100 രൂപ വേണമെങ്കിലും നമുക്ക് SIPക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മിനിമം 500 രൂപയിലും ഇടണം, എന്നാലേ നമുക്ക് അതനുസരിച്ചുള്ള ഗ്രോത്ത് കിട്ടത്തുള്ളൂ. 500, 1000, 2000, 5000 നമുക്ക് എത്ര എടുക്കാനുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നേ. അതായത് നമുക്കൊരു 20,000 രൂപ സാലറി ഉള്ള എനിക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള, എൻ്റെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള എനിക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 10%, 20,000 രൂപയുള്ള എനിക്ക് ഒരു 5% അല്ലെങ്കിൽ 10% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാസം ഒരു 2,000 രൂപ ഞാൻ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാസം ഒരു 500 രൂപ, ഒന്നും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മാസം ഒരു 500 രൂപ. നിങ്ങളുടെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അങ്ങനെയുള്ളവർക്ക് മാസം കൈ കിട്ടുന്ന പോലെ ഒരു 500 രൂപ നമ്മുടെ പേരിൽ അങ്ങ് SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. SIPയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആനുവലി ഒരു 15 to 20% ആനുവലി SIPക്കകത്ത് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഒരു SIP കാൽക്കുലേറ്റർ ഞാൻ നിങ്ങളെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇവിടെ നിന്ന് എടുത്തു. ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണോ മാം? അതെ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഏഞ്ചൽ വണ്ണിന്റെ ഒരു SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, ഇപ്പോഴും PPTയിലാണ്. ഓക്കെ ഓക്കെ, കാൽക്കുലേറ്റർ കാണുന്നു. കാൽക്കുലേറ്റർ കാണുന്നില്ല. ഓക്കെ, ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? SIP കാൽക്കുലേറ്റർ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. 2,000 രൂപ വെച്ച് നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് 10 വർഷം. ഇപ്പൊ 40 വയസ്സുള്ള ഒരാൾ 2,000 രൂപ വെച്ച് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2,000 രൂപ വെച്ച് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊരു 16% to 20% ആനുവലി റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,000 രൂപ വെച്ച് 10 വർഷം അടച്ചാൽ പോലും ഞാൻ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,40,000 രൂപയാണ്. പക്ഷെ എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 4,70,000 രൂപയോളം എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇപ്പൊ 10 വർഷം കഴിയുമ്പോഴത്തേന് ടോട്ടൽ ഒരു 7 ലക്ഷം രൂപയോളമാണ് എനിക്ക് റിട്ടേൺ കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതായത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. നമ്മുടെ പണം തന്നെ വളർന്ന് നമുക്ക് തിരിച്ച് പൈസ കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇതുകൊണ്ടാണ് SIP ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. അപ്പം 2,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ്, അതുപോലെ 500 രൂപ വെച്ച് വേണമെങ്കിലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഫണ്ട് അവിടെ തന്നെ കിടന്ന് ആനുവലി ഒരു 20 to 15% ആനുവലി ഇതിന് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ സ്ക്രീൻ
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ആ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് SAP ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നാന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉം. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ 2000 രൂപ പവർ ഓഫ് കോമ്പൗണ്ടിങ് കാണില്ല. എന്നെ കാണത്തില്ല. ആ, ഓക്കെ. മാം, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവിടെ നിന്ന് നോക്കാവോ? ഹോസ്റ്റ് ഡിസേബിൾ ആന്ന് പറഞ്ഞാ കാണിക്കുന്നത്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അടുത്ത പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെ ഇപ്പൊ 2000 രൂപ എൻ്റെ ഒരു 2000 രൂപയുണ്ട്. ആ 2000 രൂപ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചിലവാക്കാം. പല ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇപ്പൊ തന്നെ ചിലവാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ എനിക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് കബോർഡിൻ്റെ അകത്ത് വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുടുക്കകത്തിടാം. അങ്ങനെ പല രീതിയിൽ എനിക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് 2000 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ. ഇല്ല, ഇതുപോലെയുള്ള SIP പോലെയുള്ള ഫണ്ടിൻ്റെ അകത്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇല്ല. ഓക്കെ, ആ, ഓക്കെ. റസാഖ് സാർ ഉണ്ടോ? ഉണ്ട്. വെസ്റ്റാണ് സംഭവം. അത് ഡിസേബിൾ ആണോ സാറേ? ഒന്ന് നോക്കിയേക്കൂ. അല്ലല്ല, ഗോസ്റ്റാണ് അവര്. ഓക്കെ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ എന്തോ ഇത് കാണിക്കുന്നുണ്ട്. സാരമില്ല, ഞാൻ അങ്ങ് സംസാരിക്കാം. എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഈ 2000 രൂപ എനിക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എനിക്കത് സൂക്ഷിച്ചു വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ എനിക്ക് ഒരു SIP-ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു SIP-ക്കകത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ, ഈ 2000 രൂപ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10000 രൂപയായിട്ടാണ് തിരിച്ചു കിട്ടുന്നത്. SIP-ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിത് സേവ് ചെയ്യുകയോ നമ്മളിത് കുടുക്കകത്ത് ഇടുകയാണെങ്കിൽ ആ 2000 രൂപയായിട്ട് തന്നെയാണ് 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. SIP-ക്കകത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10000 രൂപയായിട്ടാണ് എനിക്ക് ആ സമയത്ത് ഈ ഫണ്ട് കിട്ടുന്നത്. ഞാൻ 2000 എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് എത്ര രൂപയാണേലും, ഇപ്പം 5000 ആണെങ്കിലും 10000 ആണെങ്കിലും 1 ലക്ഷം ആണെങ്കിലും 5 ലക്ഷം രൂപയാണെങ്കിലും എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്, ആ ഫണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു SIP-ന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഗ്രോത്തും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നിങ്ങളെ കാണിക്കായിരുന്നു ഇതിനകത്ത്, പക്ഷെ പറ്റുന്നില്ല. ഗോസ്റ്റാണ് ഉള്ളത്. ഒന്ന് നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കൂ. സിസ്റ്റം ഒറ്റ മിനിറ്റ്. എനിക്ക്
ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. SEPD ഒരു അഡ്വാൻറ്റേജും കൂടെ പറയാം. നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ എപ്പോഴും ഒരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു 5 വർഷത്തേനെന്ന് പറഞ്ഞാണ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്, അല്ല ഒരു 10 വർഷത്തേന് പറഞ്ഞ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഒരു അത്യാവശ്യം വന്നു, ഒരു ഫണ്ട് എടുക്കേണ്ട ഒരു അത്യാവശ്യം വന്നു 2 വർഷം കഴിഞ്ഞപ്പം. അപ്പൊ എപ്പം വേണേലും നമുക്ക് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത്. അതായത് 5 വർഷത്തേന് തുടങ്ങിയെന്ന് പറഞ്ഞ് കറക്റ്റ് 5 വർഷം കഴിയുമ്പോൾ തന്നെ അല്ല നമ്മൾ ഈ ഫണ്ട് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു എമർജൻസി വന്നു, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, എമർജൻസി വന്നു, എനിക്ക് എപ്പം വേണേലും ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എപ്പം വേണേലും ഇന്ന് റിക്വസ്റ്റ് കൊടുത്താൽ നാളെ എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ ഫണ്ട് വരും. അതുപോലെ മ്യൂച്വൽ ഫണ്ടിനെ അതുപോലെ ഒരു എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. എപ്പം വേണേലും മ്യൂച്വൽ ഫണ്ട് നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അതെ, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ഒരു അപ്പൊ വരുന്നുണ്ട് ഇപ്പൊ റെഡി. കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ റെഡി. ഓക്കെ. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഞാൻ പറഞ്ഞല്ലോ 2000 രൂപ നമ്മൾ ഒരു 12 വർഷത്തേന് ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. 12 വർഷം കഴിയുമ്പോഴത്തേന് ഈ 2000 രൂപ 10,000 രൂപയായിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അത് 5.5 ലക്ഷം രൂപയായിട്ട് വരും. 6 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ 12 വർഷം കഴിയുമ്പോഴത്തേന് 32 ലക്ഷം രൂപയായിട്ടാണ് വളരുന്നത്. ഇതാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ തന്നെ ഒരു ക്ലയന്റിന്റെ ഇത് കാണിച്ചതാണ്. അവര് 2023 ജാനുവരിയിൽ ക്ലയന്റിന്റെ ഒരു പെർഫോമൻസ് കാണിച്ചാണ്. 2023 ജാനുവരിയിൽ അവർ ഈ SIP സ്റ്റാർട്ട് ചെയ്തു. 1 ലക്ഷം രൂപയാണ് അവർ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം 64% ആണ് അത് ആനുവലി ടോട്ടൽ ഗ്രോത്ത് ആയേക്കുന്നത്. അതായത് ഒരു വർഷം ഒരു 20% കൂടുതൽ ആ ഫണ്ട് ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇപ്പൊ ആ 3 വർഷം കൊണ്ട് ആ ഫണ്ട് 1 ലക്ഷം എന്ന് പറയുന്നത് 1,64,000 രൂപയോളമാണ് ആ ഫണ്ട് ആയേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ യുദ്ധം വന്നു, ഒരുപാട് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വന്നു. ഇങ്ങനെ എന്ത് ഫ്ലക്ച്വേഷൻ വന്നാലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. 1 ലക്ഷം രൂപ എന്നുള്ളത് ഇപ്പൊ 3 വർഷം കൊണ്ട് 1,64,000 രൂപയോളമാണ് അയക്കുന്നത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 60ാമത്തെ വയസ്സിൽ നമുക്ക് 10 കോടി വെച്ച് റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചാർട്ടാണ്. 10 കോടി എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആവശ്യം നമുക്കാണ് അറിയാവുന്നത്, നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്നുള്ളത് നമുക്കാണ് അറിയാവുന്നത്. അതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. 60ാമത്തെ വയസ്സിൽ 10 കോടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 20ാമത്തെ വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ 3000 വയസ്സ് അടച്ചാൽ മതി. അതേസമയം ഞാനൊരു 50ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50ാമത്തെ വയസ്സിൽ ഒരു 3.5 ലക്ഷം രൂപയോളം അടച്ചാൽ മാത്രമേ എനിക്ക് ആ ഫണ്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് 10 കോടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. 1 കോടിയാണ് നമ്മുടെ കോർപ്പസ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നത്. എനിക്ക് 60ാമത്തെ വയസ്സിൽ 10 ലക്ഷം വേണം. അപ്പൊ അതിന് ഞാനിപ്പോ 50ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മന്ത്ലി ഒരു 2000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു 5000 രൂപ വെച്ച് എനിക്ക് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 5000 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ്, അതായത് നമ്മൾ ഒരു പർപ്പസ് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എനിക്കിപ്പം എഡ്യൂക്കേഷൻ, എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം, എൻ്റെ കൊച്ചിന് 5ാം ക്ലാസ്സിലായി, 10 വർഷം കഴിയുമ്പോൾ അല്ലെ ഒരു 7 വർഷം കഴിയുമ്പോൾ അവന് ഒരു പ്രൊഫഷണൽ കോഴ്സ് വിടണം. അങ്ങനെ ഒരു പർപ്പസ് വെച്ച് നമുക്ക് ഇതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആനുവലി ഇപ്പം മാസം ഒരു 5000 രൂപ വെച്ച് എനിക്ക് അടയ്ക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഒരു ടീച്ചർ വന്നു. പുള്ളിക്കാരത്തിൻ്റെ കൊച്ചുമോന് വേണ്ടി പുള്ളിക്കാരത്തി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താണ്. 2 വയസ്സാണ് കൊച്ചുമോന് പ്രായമുള്ളപ്പം അവര് 6500 രൂപ വെച്ച് 5 വർഷം ആ കൊച്ചിന്റെ പേര് ഇൻവെസ്റ്റ് ചെയ്തു. കൊച്ചിന് 2 വയസ്സുള്ളപ്പോൾ അവർ തുടങ്ങിയതാണ്. കൊച്ചിന് ഇപ്പൊ 7 വയസ്സായി. അപ്പൊ 7 വയസ്സായപ്പോഴത്തേന് അവരടച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം കൊണ്ട് അവരടച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,90,000 രൂപയാണ് ആ ടീച്ചർ ഈ കൊച്ചുമോന് വേണ്ടി അടച്ചേക്കുന്നത്. ഇപ്പൊ 5 വർഷം കൊണ്ട് ആ ഫണ്ട് അവർക്ക് തിരിച്ചു കിട്ടിയത് 5,85,000 രൂപയോളം ആ ഫണ്ട് ഇപ്പൊ തിരിച്ചു കിട്ടി. ഇപ്പൊ ടീച്ചർ വന്ന എന്തിനാന്ന് വെച്ചാൽ ഈ 585 എന്നുള്ളത് ടീച്ചർ ഈ കൊച്ചിന്റെ പേരിൽ ഒരു 15 വർഷത്തേനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ടീച്ചർ ഈ കൊച്ചിന്റെ പേര് ഫണ്ട് അടയ്ക്കുന്നില്ല. അവരാകെ അടച്ച 3,90,000 രൂപയാണ് ഈ 5 വർഷം കൊണ്ട് കൊച്ചിന്റെ പേര് അടച്ചേക്കുന്നത്. ഇനി ഈ ഫണ്ട് തന്നെ ഒരു 15 വർഷം കൂടെ ടീച്ചർ ആ കൊച്ചിന്റെ പേരിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇനിയും മാർക്കറ്റ് വളരുകയുള്ളൂ. 15 വർഷം കഴിയുമ്പോഴത്തേന് ആ കൊച്ച് ഒരു 22 വയസ്സാകുമ്പോഴത്തേന് ആ കൊച്ചിന് കിട്ടുന്ന കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90 ലക്ഷം രൂപയോളം ആ കൊച്ചിന് കോർപ്പസ് കിട്ടും. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു കേട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ 5 വർഷത്തേനെ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. പുള്ളിക്കാരത്തെ ആകെ അടച്ച് ഈ 390 ആണ്. പക്ഷെ കൊച്ചിനൊരു 22 വയസ്സാകുമ്പോഴത്തേന് ആ കൊച്ചിനൊരു
90 ലക്ഷം രൂപയോളം തിരിച്ചു കിട്ടും. കൊച്ചിന് ജീവിക്കാനുള്ള ഒരു കോർപ്പസ് അതിന്റെ വല്യമ്മ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഈ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വളർച്ച വരുന്നത്. പിന്നെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇനി മാർക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് ഇത് അഫക്റ്റ് ചെയ്യുമോ, മ്യൂച്വൽ ഫണ്ട് പോവോ? അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വന്നാലും മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് അഫക്റ്റ് ചെയ്യത്തില്ല. അതെന്നാന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ 1000 രൂപയാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മന്ത്ലി 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഇപ്പം HDFC മിഡ് ക്യാപ്പിന്റെ അകത്ത് ഞാൻ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര യൂണിറ്റ് ആണ് കിട്ടുന്നത്. സപ്പോസ് ഒരു 10 യൂണിറ്റ് ഞാൻ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് HDFC മിഡ് ക്യാപ്പിന്റെ ഒരു 10 യൂണിറ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെ യൂണിറ്റ് ബേസിലാണ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ മാർക്കറ്റ് താന്നിരിക്കുന്ന സമയത്ത് ഒരു യുദ്ധം വന്നു, ഇപ്പം ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ മാർക്കറ്റ് താന്നു. ആ സമയത്ത് ഞാൻ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും എനിക്ക് 10 യൂണിറ്റ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന 15 യൂണിറ്റാ. കാരണം ഫണ്ട് താഴോട്ട് പോയി, അപ്പൊ എനിക്ക് 15 യൂണിറ്റ് കിട്ടും. ഇപ്പൊ യുദ്ധം തീർന്നു, മാർക്കറ്റ് കയറി, അപ്പൊ എനിക്ക് ഈ യൂണിറ്റിന്റെ എല്ലാം കൂടെ വിലയാണ് എനിക്ക് കൂട്ടിക്കെട്ടുന്നത്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് മാർക്കറ്റിന്റെ അകത്ത് ഫ്ലക്ച്വേഷൻ വന്നാലും മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. മാർക്കറ്റ് വളരുന്ന അനുസരിച്ച് മാർക്കറ്റ് കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ് കിട്ടും, മാർക്കറ്റ് വളരുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റും കിട്ടും. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി എല്ലാവർക്കും സ്ക്രീനിന്റെ ഒരു പ്രശ്നം വന്നെന്ന് എനിക്കറിയാം, എന്നാലും ഏതാണ്ട് ഒരു ധാരണ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ ഭയങ്കര പാടാണ്. എന്തെങ്കിലും എമർജൻസി വന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ഇൻഷുറൻസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇപ്പൊ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇതുവരെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രീമിയം ഒന്നും എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. ആനുവലി ഒരു 25,000 രൂപയൊന്നും എനിക്ക് പ്രീമിയം അടയ്ക്കാനില്ലാത്ത ഒരാളാണ് ഞാനെങ്കിൽ മാത്രം ഈ ഇൻഷുറൻസ് കാര്യം ഒന്ന് കേൾക്കുക. അതിനാന്ന് വെച്ചാൽ നമ്മൾ ആനുവലി 25,000 രൂപ അല്ല 10 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ പ്ലാനും വരുന്നുണ്ട്. ഇത് അത്ര ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഷുറൻസ് വേണം. ഇത്ര ഒന്നും പ്രീമിയം അടയ്ക്കാനും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. 1 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും കിട്ടും, 3 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ് കവറേജും കിട്ടും. അപ്പോൾ ഒരു വർഷത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസും കിട്ടും. ഇനി ആക്സിഡന്റോ കാര്യങ്ങളോ വരുവാണെങ്കിൽ 3 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസും കിട്ടും. പക്ഷെ ആനുവലി എനിക്ക് അടയ്ക്കേണ്ട ഫണ്ട് എന്ന് പറഞ്ഞാൽ വെറും 2,500 രൂപയാണ്. 2,500 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കവറേജ് ആയി കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ എന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് അടയ്ക്കാനില്ലാത്ത ഒരാൾക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്കീമാണ്. ഇങ്ങനെ ഇൻഷുറൻസിന്റെ സ്കീമുകളുണ്ട്. അതായത് ആനുവലി 25,000 30,000 ഒന്നും അടയ്ക്കാതെ 2,500 രൂപ അടയ്ക്കുക. 2,500 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കവറേജ് കിട്ടും. ഇത് നെറ്റ്വർക്കിംഗ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല, നെറ്റ്വർക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ റീഎംബേഴ്സ്മെന്റ് ആയിട്ടാണെങ്കിലും ഫണ്ട് നമുക്ക് കിട്ടും. 1 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അത് അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ ഇൻഷുറൻസ് ഇത്രയും സ്കീം കുറഞ്ഞ ഇൻഷുറൻസുകളും ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും SEP ആയിട്ടും ലെൻസും ആയിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു സാധാരണക്കാരനാണ്, എനിക്കധികം വരുമാനമൊന്നും ഇല്ല, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാസം ഒരു 1000 രൂപയോ 500 രൂപയോ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും 10 വർഷം കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വേറെ ഒരാളെ ആശ്രയിക്കാതെ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം വരാനുള്ള ഒരു മാർഗ്ഗമാണ്. 60ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ആവാണ്. അപ്പൊ 50 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വലിയ ബർഡൻ ഇല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നത്ര കാലം, പണിയാൻ പറ്റുന്നത്ര കാലം ഒരു 1000 രൂപ വെച്ച് മന്ത്ലി മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതാണ് മ്യൂച്വൽ ഫണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ക്ലബിന്റെ കാര്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നെ എന്നോട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ സാറാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു മോർണിംഗ് ക്ലബ് ഉണ്ട്, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് സാറാണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്ത്. അതുകൊണ്ട് സാറിനും അതുപോലെ തന്നെ എന്നെ കോർഡിനേറ്റ് ചെയ്ത ആ മാമിനും എല്ലാവർക്കും താങ്ക്സ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവേ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. ഓക്കെ മാം. പറയാനായി ബി മാജിക് ടീം മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു.
ബഷീർ നജിഖാനും സാറ് പറഞ്ഞോട്ടെ. ബഷീർ സാർ പറയും. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്, കുറച്ച് ലേറ്റ് ആയി പോയി. വേറൊരു ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ് മാം, കേട്ടെടുത്തോളം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് നല്ലവണ്ണം പറഞ്ഞു തന്നു. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്, അത് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതേമാതിരി പിന്നെ ഈ എമർജൻസി ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം, ഡെപ്റ്റ് ഫണ്ടിൽ ഇട്ടാൽ മതി. മറ്റേതിൽ റിസ്ക് അല്ല. ഇക്വിറ്റി അല്ല, ഡെപ്റ്റ് ഫണ്ടിനകത്ത് എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് നമ്മൾ ഇവിടുന്ന് തന്നെ ഇത് ഇപ്പൊ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ക്ലയന്റിന് നമ്മൾ ഇവിടുന്ന് തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് ഫണ്ടിൽ ഇടണം എന്നുള്ളത് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. നല്ല ഇക്വിറ്റിനെ പറ്റിയുള്ള മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു അത്. മ്യൂച്വൽ ഫണ്ട് കുറേ വെറൈറ്റി ഉണ്ടല്ലോ, ലാർജ്, മീഡിയം, അതെ അതെ അതെ. അങ്ങനെ. താങ്ക് യു, നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. നജിഖാനും മാം, ഈ ഒരു ക്ലാസ് നമുക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. പക്ഷെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. മാം, അപ്പോൾ ഈ SIP നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണേ? മാം, SIP സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ നമ്പർ ഒന്ന് ഷെയർ എൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ മാമിനൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്, എൻ്റെ ഉണ്ട്. ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാം എനിക്കൊരു വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടോ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇത്രേ ഉള്ളൂ, നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തരും. പിന്നെ എത്ര രൂപയാണ് നമ്മൾ ഇടുന്നത് അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇപ്പോഴത്തെ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററിയും നമ്മുടെ കയ്യിലുള്ള AI ടൂൾസും ഒക്കെ നോക്കിയിട്ട് ഏത് ഫണ്ടാണ് ഏറ്റവും കൂടുതൽ വളരുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, ഏതെങ്കിലും കാരണം ആ ഫണ്ടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്വിച്ചിങ് വേരിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ അത് ഇൻഫോം ചെയ്ത് ഫണ്ട് മാറ്റാനുള്ള കാര്യങ്ങളും ഫണ്ട് സ്വിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. മാം എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമേ. മ്യൂച്വൽ ഫണ്ടിന് ഡിമാറ്റ് വേണോ മാം? രണ്ട് രീതിയിൽ ചെയ്യാം. ഡിമാറ്റ് എടുത്തും ചെയ്യാം, ഡിമാറ്റ് ഇല്ലാതെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് രണ്ട് കമ്പനി ഉണ്ട്. അപ്പം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ വണ്ണിന്റെ സബ് ബ്രോക്കറാണ്. ഏഞ്ചൽ വൺ ത്രൂ കയറുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്ന് തന്നെ വെൽത്ത് എഞ്ചിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് AR നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ക്ലയന്റിനെ എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിമാറ്റ് ആയിട്ടും ചെയ്യാം, ഡിമാറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ മാഡം? ക്ലയന്റിനെ അപേക്ഷിച്ച് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 0.03 ഒക്കെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ അകത്തുള്ള കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷൻ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പോകുന്നുമില്ല. നമുക്ക് കമ്മീഷനും കാര്യങ്ങളും തരുന്ന ഫണ്ട് മാനേജിങ് ആണ് നമുക്ക് കമ്മീഷനും കാര്യങ്ങളും തരുന്നത്. അപ്പൊ ക്ലയന്റ് ഇതിൽ ഏത് രീതിയിൽ ചെയ്താലും ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. അവർക്ക് കമ്മീഷൻ വൈസിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അവർക്ക് കാരണം ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കമ്മീഷൻ പോകുന്നില്ല. മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് ഷെയർ ട്രേഡിങ് ചെയ്യുമ്പോഴാണ് ബ്രോക്കറേജും കാര്യങ്ങളും വരുന്നത്. മ്യൂച്വൽ ഫണ്ട് വളരെ ലോ കമ്മീഷനാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ക്ലയന്റ് ഏത് രീതി ചെയ്താലും പ്രശ്നമില്ല, ക്ലയന്റിനെ അത് അഫക്ട് ചെയ്യുന്നില്ല. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും? ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ബുക്കും പേപ്പറും ഒന്നും വരുന്നില്ല. എല്ലാം നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിന്റെ അകത്ത് ഈ നമ്മളിപ്പോൾ ഏഞ്ചൽ വണ്ണിന്റെ ഈ ഏഞ്ചൽ വണ്ണ്, കോട്ടക്, പിന്നെ ഇത് ജിയോജിത്ത് എന്നൊക്കെ പറയുന്ന ഈ ഡിമാറ്റ് അക്കൗണ്ട് ഈ ഷെയർ ട്രേഡിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്രോക്കറാണ്.
ഇങ്ങനെയുള്ള ഒരു ബ്രോക്കർ ത്രൂ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞാലും മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ചെയ്യാം. പക്ഷെ ബാക്കി സെക്യൂരിറ്റീസ്, ഷെയർ ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഇതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പൊ നമ്മൾ ഏഞ്ചൽ ഫണ്ടിന്റെ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏഞ്ചലിന്റെ ആപ്പാണ് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നത്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ബുക്കും പേപ്പറും ഇല്ല. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ആപ്പ് വഴി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര രൂപ ആവുന്നുണ്ട്. ഇപ്പം മാം ഇപ്പം ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ ആപ്പ് മാമിന്റെ ഫോണിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അടുത്ത മാസം തൊട്ട് മാമിന് ഇത് കാണാൻ പറ്റും. 1000 രൂപ പോയിട്ടുണ്ട്, ഇപ്പൊ അതിന്റെ വാല്യൂ എത്രയുണ്ട്, ഇപ്പൊ ഇത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ, ഇതെല്ലാം മാമിന്റെ ഫോണിൽ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. താങ്ക് യു. ഹായ് മാം, ഇനി പറഞ്ഞോ മാം. ഒരു ഡൗട്ട് ഉണ്ട്. മാം പറഞ്ഞില്ലായിരുന്നു മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ആവുമ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ അത് ചെയ്യലാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, അതെങ്ങനെയാ നമ്മുടെ എമൗണ്ടിനെ എഫക്ട് അത് എന്നാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ നടക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ അധികം അഫക്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പം 1000 രൂപയ്ക്കാണ് മാം SIP സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സപ്പോസ് ഒരു 5000 രൂപയ്ക്ക് മാം മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്തു. ഈ 5000 രൂപ നമ്മൾ ഒരൊറ്റ ഫണ്ടിൻ്റെ അകത്തല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് പല ഫണ്ടിൻ്റെ അകത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം 1000 രൂപയുടെ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എടുക്കും, 1000 രൂപയുടെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട്, 2000 രൂപയുടെ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെ പല ഫണ്ടിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 5000 രൂപ എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് ഒരു 3 ഫണ്ടിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് ഈ 3 ഫണ്ട് ഒരു രീതിയിലല്ല ഗ്രോത്ത് വരുന്നത്. കാരണം താന്ന് വരുമ്പോഴും ഈ 3 ഫണ്ട് ഒരു രീതിയിൽ വരത്തില്ല. മാർക്കറ്റിന്റെ അപ്പും ഡൗണും ഈ 3 ഫണ്ടിനെ ഒരേപോലെ അഫക്ട് ചെയ്യത്തില്ല. അവിടെ തന്നെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്, അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഈ 5000 രൂപയ്ക്ക് മാമിന് ഇത്ര യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പൊ HDFC മിഡ് ക്യാപ്പിന്റെ അകത്തോട്ടാണ് മാം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാമിന് ഒരു 10 യൂണിറ്റ് ആണ് കിട്ടുന്നത്, അല്ല 15 യൂണിറ്റ് ആണ് കിട്ടുന്നത്. മാർക്കറ്റ് താഴുന്ന സമയത്ത് ഇപ്പൊ യുദ്ധം വന്നു, മാർക്കറ്റ് താഴ്ന്നു, മാർക്കറ്റ് താഴുമ്പോൾ HDFC മിഡ് ക്യാപ്പിന്റെ വാല്യൂ താഴും. ആ വാല്യൂ താഴുന്ന സമയത്ത് നമുക്ക് ഈ 5000 രൂപയ്ക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. സ്ഥിരമായിട്ട് എനിക്ക് 10 യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്, മാർക്കറ്റ് താഴുന്ന സമയത്ത് എനിക്ക് 15 യൂണിറ്റ് കിട്ടും. കാരണം ഫണ്ടിന്റെ വില താഴ്ന്നു, അപ്പൊ എനിക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. അത് കഴിഞ്ഞ് ഈ ഒരു ക്രൈസിസ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറും. മാർക്കറ്റ് കയറുമ്പോൾ എനിക്ക് ഇത്ര യൂണിറ്റിന്റെ വിലയാണ് എനിക്ക് കിട്ടുന്നത്. സാധാരണ എനിക്ക് 20 യൂണിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് താഴുമ്പോൾ എനിക്ക് 30 യൂണിറ്റ് ആയിരിക്കും കിട്ടുന്നത്. മാർക്കറ്റ് കയറുമ്പോൾ ഈ യൂണിറ്റിന്റെ എല്ലാത്തിന്റെയും കൂടെ വിലയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം മാർക്കറ്റ് കയറുമ്പോൾ ഓരോ യൂണിറ്റിന്റെ വില കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇത്ര യൂണിറ്റിന്റെ വിലയാണ് എനിക്ക് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ മ്യൂച്വൽ ഫണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ലോങ് ടേമിലോട്ട് ചെയ്യണം. ഇന്ന് ചെയ്തു നാളെ തിരിച്ചെടുക്കാനുള്ള രീതിയിൽ ചെയ്യാതെ മിനിമം ഒരു 5 വർഷത്തേലും നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ 5 വർഷത്തേനേലും ചെയ്യണം. അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. കാരണം ലോങ് ടേമിലോട്ട് പോകും തോറും ഇതിൻ്റെ അത് ഗ്രോത്ത് കൂടുതൽ കിട്ടും. ഇപ്പൊ SBIയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 2016 SBIക്ക് 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2026 ആയപ്പം അത് 1250 രൂപയോളം ഒക്കെ വന്നു. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. SBI എന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലെ എല്ലാ ഷെയർസും. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓടിപ്പോയി 5000 6000 ഫണ്ട് ഹൗസുകളുണ്ട്. ഓടിപ്പോയി ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് തന്നെ നമുക്ക് ഇത്രയും ബെനിഫിറ്റ് തിരിച്ച് കിട്ടണം എന്നില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത് ഏതെങ്കിലും ഒരു ഇത് സെബി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഗ്രോത്ത്, പ്രീവിയസ് ഹിസ്റ്ററി, ആ ഫണ്ടിന്റെ എല്ലാം നോക്കിയിട്ട് AI ടൂൾസ് വെച്ച് നമ്മൾ നോക്കി. ഇപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫണ്ട് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെയുള്ള ഫണ്ടിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ 15% കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ 5000 മ്യൂച്വൽ ഫണ്ടിലും ഇത് കിട്ടുന്നില്ല, 5000 ഫണ്ട് ഹൗസിലും ഇത് കിട്ടുന്നില്ല. അതുപോലെയുള്ള സെലക്ട് ചെയ്ത് നമ്മൾ തരും, അതിൻ്റെ അകത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. മാജിക് മോർണിംഗ്. എൻ്റെ മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ക്ലാസ് ആണ്, നല്ല ഇൻഫർമേറ്റീവ്. അതായത് നമ്മൾ ചെറിയ ചെറിയ SIP യൂണിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഭാവിയിൽ നല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അതായത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസ് ബേസ്ഡ് കാര്യത്തിലേക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ SBIന്റെ എക്സാമ്പിളും അതുപോലെ തന്നെ ഒരു കുട്ടീൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാം പറഞ്ഞ പോലെ 5 കൊല്ലത്തിൽ ഇത്ര 15 കൊല്ലത്തിൽ ഇത്ര എന്ന ആ എമൗണ്ടിന്റെ അത്രയും വലുപ്പം നമുക്കുണ്ട്. അത് വെറുതെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ ചിട്ടിയിലോ മറ്റേ അതെ അതെ കാര്യത്തിലൊക്കെ ഇടുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പം ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ പണം നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിശദമായിട്ട് തന്നെയാണ് ഓരോ സെക്ഷനും പറഞ്ഞത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ക്ലാസ് താങ്ക് നന്നായിരുന്നു യു മാം. സർ താങ്ക് യു സോ മച്ച് സർ. മാം ആ ലാസ്റ്റ് കാണിച്ച ചാർട്ട് ഒന്ന് കാണിക്കാവോ? ടേബിള്. ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഒന്ന്. ആ. അല്ല ഇത് ഞാൻ ജസ്റ്റ് 10 കോടി രൂപ ഇട്ടെന്നേ ഉള്ളൂ. അത് 20 വയസ്സുള്ള ഒരു കൊച്ചിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ 10 കോടി ഇട്ടേക്കുന്നത്. കാരണം 20 വയസ്സുള്ള ഒരു കൊച്ച് 40 വർഷം കഴിയുമ്പോഴത്തേന് ഇത്രയും വേണം. നമ്മുടെ കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഏജിലുള്ള ഒരാളുടെ കോർപ്പസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 60 വയസ്സാകുമ്പോഴത്തേന് 1 കോടി കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റും, അല്ല 2 കോടി കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ 20 വയസ്സുള്ള ഒരു കൊച്ച് 40 വർഷം കഴിയുമ്പോഴത്തേന് അവനൊരു 10 കോടി ഉണ്ടല്ലേ, ഇപ്പോഴത്തെ 1 കോടി എന്ന് പറയുന്നത് അന്നത്തെ 10 കോടിയാണ്. 10 കോടി ഉണ്ടല്ലേ അവനത് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അവനൊരു കോർപ്പസ് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 10 കോടി എന്നുള്ളത് ഞാൻ ഫണ്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ കോർപ്പസ് എത്രയാന്നുള്ളത് നമുക്ക് അറിയാവുന്നേ. അപ്പം നമുക്ക് ഇപ്പൊ 50 ലക്ഷം മതി, അല്ല 10 ലക്ഷം മതി. എനിക്കൊരു 50 വയസ്സുണ്ട്, 60 വയസ്സാകുമ്പോഴത്തേന് എനിക്ക് 10 ലക്ഷം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 20 വയസ്സുള്ള ഒരു കുട്ടി 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 40 വർഷം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 60ാമത്തെ വയസ്സിൽ അതിന് 10 കോടി രൂപയായിട്ട് റിട്ടയർ ചെയ്ത് പോകാം. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ സാലറി കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സാലറി കിട്ടുന്നുണ്ട്. ആ കുട്ടികളെ അല്ലെ എല്ലാ കുട്ടികളും തന്നെ വെളിയിലോട്ട് പോവാണ്. ആ കുട്ടികളെ സംബന്ധിച്ച് ഒരു 3000 രൂപ എന്ന് പറയുന്നത് ഇത്ര വലിയ ബേർഡൻ അല്ല. 25 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ജോലി കിട്ടുന്ന അവൻ വെളിയിലാണ്, എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ 6000 രൂപ എന്ന് പറയുന്ന ഇത്ര ഒരു ബേർഡൻ അല്ല. അവനത് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവന്റെ 60ാമത്തെ വയസ്സിൽ 10 കോടി രൂപയാണ് അവന് കിട്ടുന്നത്. അതിനുവേണ്ടി ഒരു പ്ലാൻ തന്നേക്കുന്നതാണേ. ഓക്കെ. ഓക്കെ. 6:35 അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു താങ്ക് യു മാം. മാം. താങ്ക് യു വെരി മച്ച്. Thank you. ഇൻഫോർമേറ്റീവ് ക്ലാസ്. താങ്ക് യു. all. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ.